ബിഗ് ഹീറോ റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ യു സൂമി. ഈ ഒരു സീരീസ് എന്ന് പറഞ്ഞത് രണ്ട് സീസൺ ആയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ സീസൺ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇതൊരു കൊറിയൻ വെബ് സീരീസ് ആണ്. കിട്ടില്ല സാധനം കിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരുന്ന് കണ്ട ഒരു വെബ് സീരീസിനാണ് എ ബിഗ് ഹീറോ എന്ന് പറഞ്ഞത്. ഒന്നാമത് ഈ വെബ് സീരീസ് എന്ന് പറഞ്ഞത് ഒരു ആക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ആക്ഷൻ ഇമോഷണൽ ഒരു വെബ് സീരീസ് ആണ്. പക്ഷെ ഇതില് ഈ എന്താ പറയാ നമ്മളെ ഈ മെയിൻ ഹീറോ ഉണ്ട്. മെയിൻ ഹീറോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാദ്യം പറയാം. ടീനേജേഴ്സ് ഉണ്ടാവില്ല, ഹൈസ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ട് അവിടെ നടക്കുന്ന ഫൈറ്റും അല്ലെങ്കിൽ അവർ പുറത്തുള്ള ആൾക്കാരായിട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ വെബ് സീരീസ് കാണിക്കുന്നത്. അപ്പൊ ഈ വെബ് സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇതിൽ പ്രേമം എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ട് ഇത് സ്ക്രിപ്റ്റിൽ നിന്ന് തെന്നി മാറിയിട്ട് അങ്ങോട്ട് പോണ ഒരു പരിപാടി ഒരു പൊതുവേ ഒരു വെബ് സീരീസുകളിൽ ഏത് ഭാഷയിൽ എടുത്തു കഴിഞ്ഞാലും കാണും. നമ്മളൊരു ആക്ഷൻ സാധനത്തിൽ ഇങ്ങനെ പോകും, അപ്പൊ അവിടെ വരും പ്രേമം മൂഞ്ചിയില്ല. അത് പ്രേമം വരുന്നുണ്ടല്ലോ, പക്ഷെ അത് കുത്തി തിരികിയിട്ട് ഇങ്ങനെ വെക്കുന്ന സംഭവം ഉണ്ടല്ലോ. അത് പിന്നെ കുറെ അപ്പൊ പ്രേമം കൊണ്ടുവന്ന് കഴിഞ്ഞാലല്ലോ കുറെ അഡൽട്ട് സീൻസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പറ്റൂലല്ലോ. അങ്ങനത്തെ ഒരു സംഭവം സീരീസിലില്ല. ഒന്നാമത് ഒരു ഫീമെയിൽ ക്യാരക്ടറേ ഇല്ല. അതോ സീസൺ 1 ആദ്യത്തെ സീസണിൽ ഒരു 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 വില്ലന്മാരൊപ്പം നടക്കുന്ന ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിനാണ് പിന്നും പെർഫോം ചെയ്യാനും പിന്നെ ഒരു ഫീമെയിൽ ക്യാരക്ടർ എന്ന് പറയാനുള്ളത്. അത് ഈ സീസൺ 2 ഇങ്ങനെ ഫീമെയിൽ ക്യാരക്ടറേ ഇല്ല. മനസ്സിലായില്ല. ഇത് ഇവര് കുറച്ച് ചെക്കന്മാര് ഇവരുടെ ഇടയിൽ നടക്കുന്ന സംഭവമാണ് കാണിക്കുന്നത്. അതിൽ സീസൺ 1 എന്തൊക്കെ അടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലെങ്കിലും 2 സീസണും തീരുന്നത് ഒരു ഇമോഷണൽ ട്രാക്കിലാണ്. മനസ്സിലായില്ല. അത് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഈ ഒരു 2 സീസണും അപ്പൊ ആദ്യത്തെ സീസണൊക്കെ ആദ്യത്തെ 2 എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം സ്പീഡിലാണ് പോകുന്നത്. ആദ്യത്തെ 2 എപ്പിസോഡാണ് പിന്നെ സ്പീഡിൽ പോകുന്നത്. പിന്നെ ഒരു മീഡിയം സ്പീഡിലേക്ക് പോയപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. കാരണം പെട്ടെന്ന് കണ്ട് അതിന്റെ ഒരു പേസ് കൊണ്ട് കുറഞ്ഞപ്പോൾ ഒരു പ്രശ്നം വന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഫീൽ അടിച്ചു. പക്ഷെ ഇത് ആ ഒരു സീസണായിട്ട് കഴിയണ സമയത്ത് നമുക്ക് മനസ്സിലാവും എന്തിനാ അവർ ചെയ്തിരുന്നത്. കാരണം ആ ഒരു ആദ്യത്തെ 2 എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് ഇവര് ഈ സംഭവങ്ങൾ ചർച്ച ചെയ്ത് ഈ ക്യാരക്ടർ കുറച്ചുകൂടി ഡീപ്പർ ആയിട്ട് ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കി തരുന്നത് ആ സമയത്താണ്. എന്നിട്ട് ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആദ്യത്തെ സീസൺ കഴിയണ സമയത്ത് നമുക്ക് അത്ര ഒരു ഫീല് വരാനുള്ള കാരണം. എന്ന് പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ സീസണും അതേപോലെ തന്നെ ആദ്യത്തെ 1-2 എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ ആ മീഡിയം സ്പീഡിൽ പോണതുകൊണ്ടാണ് ആ കാര്യങ്ങൾ മെല്ലുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഈ ഒരു വെബ് സീരീസിന്റെ ക്ലൈമാക്സിന് വരുന്ന ഇമോഷണൽ സീൻസും അതിനിടയിൽ വരുന്ന ഇമോഷണൽ സീൻസും. അതായത് ഒരു അടി നടക്കുമ്പോൾ നമുക്കൊരു സൈഡ് പിക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല. ഇപ്പോൾ 2 ആൾക്കാർ തമ്മിൽ ഇതിൽ ഫൈറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് ഇന്ന ആള് ജയിക്കണം അല്ലെങ്കിൽ ഇന്ന ആള് മറ്റൊരാൾ അടിക്കണം എന്നുള്ള ഒരു ഗത്ത് സാധനം ഉണ്ടല്ലോ. അവിടെയാണ് ഒരു സീരീസ് ഇല്ലെങ്കിൽ പടം വിജയിക്കുന്നത്. ഒരു ആക്ഷനിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ ആ ഒരു സൈഡ് പിക്ക് ചെയ്യാൻ പറ്റുന്നതും ആ ഒരു മീഡിയം സ്പീഡ് കാരണമാണ്. അപ്പൊ ആ മീഡിയം സ്പീഡ് കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു സംഭവം കഴിയണ സമയത്ത് എനിക്ക് മനസ്സിലായി എന്തിനാണ് അത് അങ്ങനെ ചെയ്തതെന്നുള്ളത്. മനസ്സിലായില്ല. അതാണ് എഴുത്ത് ഒരു കഴിവുള്ളവരെ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. മനസ്സിലായില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ആക്ഷൻ കിണ്ണം കാഴ്ച ആക്ഷൻ. അത് 2ാമത്തെ സീസണിൽ അവസാനത്തെ എപ്പിസോഡാണ് ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ ഉള്ളത്, 54 മിനിറ്റ്. ബാക്കിയുള്ളൊക്കെ 38 മിനിറ്റ് 43 മിനിറ്റ് ഒക്കെയാണ് ഓരോ എപ്പിസോഡ്. അതിൽ അവസാനത്തെ അടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ച് പറപ്പിക്കണ അടിയത് ഇവര് 2 ഗ്യാങ് തമ്മിൽ, ഒരു യൂണിയൻ എന്ന് പറഞ്ഞ ഒരു ഗ്യാങ്ങും പിന്നെ ഇവര് ഈ നായകനായിട്ട് നിൽക്കുന്ന ഈ ചെക്കൻ ഉണ്ടല്ലോ, ഈ ചെക്കന്റെ ഒരു സ്കൂളും തമ്മിലുള്ള ഒരു അടിയില്ല 2ാമത്തെ സീസണിൽ കിണ്ണം കാച്ചടി. അതേപോലെ അതിന് മുന്നൊക്കെ കുറച്ച് 1v1 ഫൈറ്റ് ഉണ്ട്. 1v1 ഫൈറ്റ്. അതേപോലെ തന്നെ ഇതിന് മറ്റേ 2 ആൾക്കാർക്ക് അടിയിട്ട് മുമ്പ് രക്ഷിക്കാൻ വേറെ ഒരുത്തം വരുന്നത്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് ഈ ഒരു സീരീസിൽ. അതുപോലെ തന്നെ ഒരുത്തന്നെ ഹെൽമെറ്റിന്റെ ഉള്ളിൽ കൂടെ പഞ്ചിട്ട് ബൈക്കേറ്റ് എടുത്ത് അടിക്കാൻ വരുന്നതാണ്. അതിന് 2ാമത്തെ സീസണിൽ ഞാൻ പറയാം, ആദ്യത്തെ സീസണിൽ വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും 2ാമത്തെ സീസണിൽ ഇല്ല. ആ മെയിൻ ക്യാരക്ടർ മാത്രമാണ്. പിന്നെ ഏറ്റവും ക്ലൈമാക്സിലായിട്ട് ക്യാരക്ടർ വരുന്നുണ്ട്. എന്ത് സംഭവം നല്ല കണ്ടിട്ട് മനസ്സിലാക്കിയാൽ മറ്റേ സ്പോയിലർ ആവും. 2ാമത്തെ സീസണിൽ ഒരു ചെക്കൻ വരുന്നുണ്ട്. അത് ആദ്യത്തെ സീസണിൽ തന്നെ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ട് ചെക്കൻ നല്ല ഫൈറ്റ് എടുക്കണം. പക്ഷെ അവനേക്കാൾ കിട്ടിയുള്ള ക്യാരക്ടർ 2ാമത്തെ സീസണിൽ വരുന്നുണ്ട്. കുറച്ച് ഹരി ബാക്കു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ. ഗംഭീര അഭിനയം, ഗംഭീര ആക്ഷനും. ആക്ഷൻ എല്ലാവരും ഈ തൊട്ടേ പിടിച്ച ആക്ഷൻ ഒന്നല്ല, ഫാസ്റ്റ് പേസിൽ ഇങ്ങനെ നീങ്ങി ശരിക്കുള്ള ബോക്സിംഗ് മാച്ച് കാണുന്ന ഒരു ഫീലിലാണ് ഇത് ഫൈറ്റ് മൊത്തം. ആ ശരിക്കട്ടിക്കണ പോലെ തോന്നും. ഇവരിത് എങ്ങനെ എത്ര അധികം പെർഫെക്റ്റ് ചെയ്തിട്ട് ചെയ്യണം എന്നുള്ള അറിയാം. ഒന്നാമത് ക്യാമറ ടെക്നിക്കാണ്, അതുണ്ട്. പക്ഷെ എന്നാലും ആക്ടേഴ്സ് എന്ത് അടിപൊളിയിട്ടാണ്. ഡയറക്ടർ ഇങ്ങനെ ആക്ഷൻ വരാൻ നിൽക്കുന്നു, ക്യാമറ തിരിഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ എയറിൽ ഇങ്ങനെ തിരിച്ചിട്ടൊക്കെ ഉള്ള ഒരു ഷോട്ടൊക്കെ എടുത്ത് കിട്ടിയുള്ള സാധനം. ഇതിന്റെ ആക്ഷൻ സീക്വൻസ് കിട്ടുള്ളൂ. നല്ല രസം ഇതാക്കിയൊക്കെ കാണാൻ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് ബൈക്കിൽ ഒരു വട്ടി പിടിച്ചിട്ട് ഈ ബാക്കു എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ അടിക്കാൻ. ആ ബാക്കു എന്ന് പറഞ്ഞ ചക്കര വെച്ചിട്ട് ഉള്ളിൽ കൂടെ കൈയിട്ടൊരു പഞ്ചുണ്ട് ഇവിടെ കിട്ടില്ല. അതേപോലെ തന്നെ ഇതിന്റെ ക്യാരക്ടറൈസേഷന് ഒരു ക്യാരക്ടർ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കൊല്ലത്തിന്റെ ആവശ്യമില്ല ആ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കി തരാൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എഴുതാൻ കഴിവുള്ള ആള് എഴുതി കഴിഞ്ഞാൽ ഇതിങ്ങനെ ആയിരിക്കും. ഡയറക്ടറും എഴുതിയ ആളും ഒന്നാണ്. യൂസുമിനാണ് ഇത് 2 ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടൈമർ വെച്ച് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിനുള്ളിൽ ആ ക്യാരക്ടർ എങ്ങനത്തെ ക്യാരക്ടറാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. പിന്നെയാണ് ആ ക്യാരക്ടർ ഡീപ്പർ ആയിട്ടുള്ള സംഭവത്തേക്ക് പോകണം. അപ്പൊ ക്യാരക്ടറിനോട് കൂടുതൽ കണക്ഷൻ കിട്ടും. പക്ഷെ മെയിൻ ആയിട്ട് ആ ക്യാരക്ടർ എന്താണ്, എങ്ങനത്തെ ആളാണ് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വലിയ സമയം ഇതിലെടുത്തില്ല. മനസ്സിലായില്ല. വില്ലന്മാർക്കും നായകന്മാർക്കും പിന്നെ ഒരു ഇത് ഈ മെയിൻ ഒരു വില്ലനും ഒരു നായകനും
ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല ഫൈറ്റ് എടുക്കാറുണ്ട് രണ്ടാൾക്കാർ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും ഇവർ രണ്ടാളും കൂടെ ഫൈറ്റ് കാണുന്നുണ്ട്. ഒരു പ്രത്യേകിച്ച് സെക്കൻഡ് സീസണിൽ ഒരു മെയിൻ വലിയൊരു ഇത് ബാക്കോടെ ഏറ്റവും നല്ല രീതിയിൽ ഫൈറ്റ് എടുക്കുന്നത് ഈ സെക്കൻഡ് സീസണിൽ. ഇപ്പൊ ഇവർ രണ്ടാളും തമ്മിലൊരു ഫൈറ്റ് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നിട്ട് 8ാമത്തെ എപ്പിസോഡ്, അതായത് 2ാമത്തെ സീസണിൽ ഏറ്റവും അവസാന ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഒരു രീതിയിൽ ഡിസപ്പോയിന്റ് ആവില്ല. അതുവരെ നമ്മളെ കാത്തിരുന്നതിനുള്ള ഒക്കെ ഫൈറ്റിലുണ്ട്. പിന്നെ അങ്ങോട്ട് ആ ഫൈറ്റ് ഉണ്ട് നടക്കുമ്പോഴല്ല ആ ഗ്യാങ് ഫൈറ്റ് ആണ് ഏറ്റവും അവസാനം ഒരു ഗ്യാങ് ഫൈറ്റ് ഉണ്ട് കിട്ടുവാണ്. നമുക്ക് ഇത് നമ്മൾക്ക് തന്നെ അതിൽ പങ്കെടുക്കുന്നത് അങ്ങനത്തെ രീതിയിലുള്ള അങ്ങനെ രോമാഞ്ചം വരുന്ന ഫൈറ്റ് സീക്വൻസ് ആണ് ഇതിലുള്ളത്. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ, കാരണം ഇത് ഫൈറ്റ് സീക്വൻസ് മാത്രമല്ല ഇതിൽ വന്നു പോണ എല്ലാ ഇമോഷൻസും നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. മനസ്സിലായി? കാരണം ഒന്നാമത് കഥയിൽ നിന്ന് തെന്നി പ്രേമം അല്ലെ കാര്യത്തിൽ കുറെ പിന്നെ അഡൾട്ട് സീൻസ് ഒന്നുമില്ല അതിൽ. ഒരു ഉമ്മ കൊടുക്കലും കൂടി കാരണം സാധാരണ അങ്ങനെയല്ല വരുന്നത്. ഇത് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതിലിങ്ങനെ കുത്തി കയറ്റിയാൽ പൊതുവെ ഡയറക്ടർമാർക്കൊക്കെ ഒരു സമാധാനമാണ്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഇതില് ഈ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കഥ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കണക്ഷൻ കിട്ടും. ഇത് മിക്കതും കഥ ഒന്നും ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ആ വ്യൂവേഴ്സിനെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറെ സാധനങ്ങളുണ്ട് ചില സമയത്ത്. ചില വെബ് സീരീസുകൾ, പ്രത്യേകിച്ച് കൊറിയൻ വെബ് സീരീസുകളും ഇംഗ്ലീഷ് വെബ് സീരീസുകളും അങ്ങനെയാണ്. ഇതിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഇതില് ഈ അടി, അതിൽ വരുന്ന പ്രശ്നങ്ങൾ, അതിൽ വരുന്ന ഇമോഷണൽ സീൻസ്, ഇമോഷണൽ സീൻസ് അങ്ങനെ പോവാ വെബ് സീരീസ്. എനിക്ക് പേഴ്സണലി ഒരു നെഗറ്റീവോ പോകും. ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു മീഡിയം പേസിക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്പീഡിൽ പെട്ടെന്ന് കാര്യങ്ങൾ 2 എപ്പിസോഡ് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഡിപ്പ് ആവുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി അത് വേണ്ടായിരുന്നു എന്നുള്ളൊരു ഫീൽ എനിക്ക് പേഴ്സണലി വന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. നിങ്ങൾക്കും ആ 2 സീസണും കണ്ട് തീരുമ്പോൾ മനസ്സിലാവും അവർ എന്തിനാണ് ആ മീഡിയം പേസിലേക്ക് വെബ് സീരീസിന്റെ സ്പീഡ് കുറച്ചത് എന്നുള്ളത്. കാരണം അതുകൊണ്ടാണ് ഇമോഷണൽ കണക്ഷൻ കിട്ടുന്നത്. ഇല്ലെങ്കിൽ കിട്ടൂല. അല്ലെങ്കിൽ ഫൈറ്റ് എന്നുള്ള ഇതിൽ മാത്രമേ വെബ് സീരീസ് ഒതുക്കിയിട്ടുള്ളൂ. അതാണ് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത്, ഒരു ഇമോഷണൽ ആക്ഷൻ വെബ് സീരീസ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞത്. കാരണം ഇതിൽ ഈ ഇമോഷണൽ സീൻസ് എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ വർക്കായി. പ്രത്യേകിച്ച് 2ാമത്തെ സീസണിൽ ഏറ്റവും കഴിയണ സമയത്ത്, ആ ഫൈനൽ എപ്പിസോഡാണ് കഴിയണ സമയത്ത് നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഒരു ഫീൽ ഉണ്ട്. അത് കുറച്ച് നേരം അങ്ങനെ തങ്ങി നിൽക്കും. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു വെബ് സീരീസ് കിട്ടുന്ന സാധനമാണ്. ഇപ്പൊ പേഴ്സണലി ഒരു നെഗറ്റീവ് പോലും ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്ത ഏറ്റവും അതർ കൊറിയയിൽ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. അത് വേറെ. അതാണ് പറയുന്നത് ഏറ്റവും അതർ ബ്രില്യൻ കൊറിയൻ വെബ് സീരീസ് ആണ് എ വീക്ക് ഹീറോ എന്ന് പറയും. വീക്ക് ഹീറോ അല്ല, ബിഗ് ഹീറോ എന്ന് പറഞ്ഞത്. ബിഗ് ഹീറോസ് പറയാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ നായകന്റെ ക്യാരക്ടർ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും. ഒരു വീക്ക് ഹീറോ എന്ന് നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ്. അതായത് നല്ല പഠിപ്പ് അത് ഇതെന്ന് പറഞ്ഞ് നടക്കണ ഒരു ചെക്കനായിട്ടാണ് ആദ്യം കാണിക്കുന്നത്. പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും. അതാണ് ബിഗ് ഹീറോ. ഹീറോ ആണ് ബീക്കും ആണ്. അതാണ് ബിഗ് ഹീറോ എന്ന് പറയുന്നത്. അതൊക്കെ സംഭവം കാണുന്ന സമയത്ത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ വെബ് സീരീസ് കണ്ടിട്ടുള്ള അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ കാണുക, ഗംഭീര സാധനമാണ്. അപ്പൊ ബിഗ് ഹീറോ എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക.